ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സർപ്രൈസൊക്കെ ഉണ്ടല്ലേ. ഞാൻ എപ്പോഴും ഞാനിങ്ങനെ സ്റ്റാർട്ടിങ് ചാടി കയറി പറയുന്ന വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഒന്നുമില്ല, നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ്റെ ഒരു കാര്യമായിരുന്നു. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു എനിക്ക് അങ്ങനെ പിമ്പിളൊന്നും വന്നിട്ടില്ല, മീൻസ് എനിക്ക് അങ്ങനത്തെ ഇഷ്യൂ ഒന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കുറേ പിമ്പിൾസ് വന്ന ആൾക്കാർ അത്ര ബുദ്ധിമുട്ട് ഞാൻ നേരിടാത്തതിനെ കൊണ്ട് എനിക്ക് അതിൻ്റെ കറക്റ്റ് പറയാൻ എൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിയില്ലായിരുന്നു. അതായത് പിമ്പിൾസ് വന്നിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ എനിക്കത് മനസ്സിലായി കുറച്ചൊരു ഒരു 2-3 ആഴ്ച മുന്നേ. എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ചെറിയ ചെറിയ പിമ്പിൾസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ഭാഗത്ത് കുറച്ച് പ്രൊജക്റ്റ് ചെയ്തൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ടൈമിൽ ഞാൻ ചെയ്ത കുറേ കാര്യങ്ങൾ അത് തെറ്റായിരുന്നു. ഞാൻ ചെയ്ത കുറേ അത് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ടെൻഷൻ പറഞ്ഞെങ്കിൽ അത് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമൊന്നും പേടിക്കേണ്ട. ഒന്നല്ല, ഞാൻ ഫുഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തത് ഇതിന് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, അതായത് പിമ്പിൾസ് നല്ല വളർന്ന് വലുതാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് പൊട്ടത്തരങ്ങളുണ്ട്. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളെ വീഡിയോയിലേക്ക് പുതിയതായിട്ട് വന്ന എല്ലാ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. അപ്പോൾ സ്കിൻ കെയർ, ബ്യൂട്ടി ടിപ്സ് അങ്ങനത്തെ കുറച്ച് വീഡിയോസാണ് നമ്മളെ ചാനലിൽ ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഒരു 2-3 വീക്ക് മുന്നേ അതുപോലെ പിമ്പിൾസ് വരാൻ തുടങ്ങി. അത് പെട്ടെന്ന് എന്താ വെച്ചാൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ സെറ്റിംഗ് സ്പ്രേ മാറിപ്പോയി. സെറ്റിംഗ് സ്പ്രേ ഞാൻ ഒരു പ്രാവശ്യം ഓൾറെഡി ഫുൾ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ രണ്ടാമത് ഞാൻ പെട്ടെന്ന് പുറത്ത് പോയിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വന്നപ്പം അയ്യോ ഫുൾ എന്തൊക്കെ ഒരു മാറ്റം പോലെ തോന്നി. അപ്പം ഞാൻ കുറച്ചും കൂടി എന്തോ ഒരു പൗഡർ ഞാൻ എടുത്ത് മുഖത്തിട്ട്. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ചിലപ്പോൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ പൗഡർ, ടാൽക്ക പൗഡർ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്കൊരു ഓർമ്മയില്ല കറക്റ്റ്. ഒരു 3-4 ആഴ്ച, ഒരു മാസത്തിൻ്റെ മുന്നേ ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ആ ടൈം സംഭവം തുടങ്ങിയ സ്റ്റേജാണ് ഇത് പറയുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ, അപ്പോൾ ഞാൻ സെറ്റിംഗ് സ്പ്രേ ചെയ്ത് എന്താ പറ്റിയ വെച്ചാൽ സിമെൻറ്റ് ഇട്ടതിൻ്റെ മുകളിൽ പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെയും കുറച്ച് പൊടിയൊക്കെ ഇട്ട് പിന്നെയും സിമെൻറ്റ് ഇട്ട അവസ്ഥയായിപ്പോയി അടിഞ്ഞങ്ങ് കിടന്ന്. അപ്പോൾ പെട്ടെന്ന് പിറ്റേന്നത്തേക്ക് എനിക്ക് പിമ്പിൾ വന്നു തുടങ്ങി. ഇവിടെ ഇങ്ങനെ ഇപ്പോൾ കുറച്ച് ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം, കുഞ്ഞു ചോപ്പ് സങ്കടമുണ്ട്, എന്ത് ചെയ്യണം, മാറ്റി കൊണ്ടുവരികയാണ് സംഭവം. അതാണ് സംഭവിച്ചത് കറക്റ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അപ്പോൾ എനിക്കങ്ങനെ പിമ്പിൾസ് വരല്ലോ, പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ചെറിയ ഇഷ്യൂനെ കൊണ്ട് സംഭവം അപ്പോൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ നമുക്കായിട്ട് തന്നെ അങ്ങ് മാറ്റിയെടുക്കുക, അത്ര വലിയ സംഭവമൊന്നും ഇല്ലല്ലോ, അങ്ങ് മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്നുള്ളത് വെച്ചിട്ട് ഞാൻ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്ത് വന്നിട്ടുണ്ടെങ്കിലും മുഖത്തേക്ക് അത് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ക്രീം വാരത്തേക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഞാൻ ഫേസ് വാഷ് മാറ്റി വെക്കും. ഇനി അതിൻ്റെ ഇഷ്യൂ എങ്കിൽ ഇതുപോലെ വരണ്ടാന്ന് കരുതിയിട്ട് ഫേസ് വാഷ് മാറ്റി വെക്കി. പിന്നെ ഞാൻ ക്രീമൊക്കെ ഞാൻ അവിടെ നിർത്തിയിട്ടാണ്. ഞാൻ മോയ്സ്ചറൈസർ നിർത്തി, നമ്മുടെ സിറം നിർത്തി, അങ്ങനത്തെ പരിപാടിയൊക്കെ നിർത്തി, സൺസ്ക്രീൻ നിർത്തി. എനിക്ക് അങ്ങനെയൊന്നും അത് നേരത്തെ പറ്റൂല. അപ്പോൾ ഞാൻ ഒക്കെ സ്റ്റോപ്പ് ചെയ്ത്. അപ്പം ഞാൻ ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ടൈമിൽ ഓയിലി ഫുഡ് കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കാരണം ചിലപ്പോൾ അതായിരിക്കും, ഓയിലി ഫുഡ് കഴിക്കുക. പിന്നെ മെയിനായിട്ടുള്ള കാര്യം നമ്മൾ ആ ഒരു ടൈമിൽ ഗ്ലൂട്ടാത്തയോണിൻ്റെ ഒരു സംഭവം വന്നിട്ടുള്ളത്. ഗ്ലൂട്ടാത്തയോൺ ഭയങ്കരമാണ് നമുക്ക് സ്കിന്ന് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നല്ലത്. അപ്പോൾ ഞാനൊരു ഗ്ലൂട്ടാത്തയോണിൻ്റെ ഇതേപോലെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്ലൂട്ടാത്തയോണിൻ്റെ കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടാബ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്കങ്ങനെ വലിയ മാറ്റം തോന്നില്ല. സംഭവം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 1 month 3 month ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കാണാം. ബട്ട് എനിക്ക് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ 1 month യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, വേറെ കാര്യം. അപ്പം ഞാൻ നിർത്തി ഓക്കെ ഓൾറെഡി ഉണ്ടല്ലോ. ഞാൻ എന്താ വെച്ചാൽ ഞാൻ വേറെ ക്രീം കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പോലെ കിടക്കണ്ടല്ലേ അടക്കട്ടെ. അപ്പം വേറെ ക്രീമും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്തതിനെ കൊണ്ട് തന്നെ ഞാൻ അത് അത്ര ബോധം ചെയ്തിട്ടില്ല. അതാണ് സംഭവം ഉണ്ടായത്. സോ അപ്പം നിങ്ങൾ ഗ്ലൂട്ടാത്തോൺ കാര്യങ്ങൾ, ടാബ്ലറ്റ്, ഇഞ്ചക്ഷൻ്റെ കാര്യം എനിക്ക് കറക്റ്റ് അല്ല, ടാബ്ലറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും കമ്പനി ബ്രാൻഡിൻ്റെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതായത് എനിക്ക് തോന്നിയ കാര്യമാണ് അത്. പെട്ടെന്ന് പിമ്പിള് എല്ലാം കൂടി ഇങ്ങോട്ട് പാഞ്ഞു വന്ന പോലെ എനിക്ക് തോന്നിയത്. അതുവരെ ഉള്ളിലുള്ള ഒളിഞ്ഞിരുന്ന സംഭവങ്ങളൊക്കെ എന്നെ പിടിച്ചോന്ന് പറഞ്ഞ രീതിയിലാണ് എനിക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഗ്ലൂട്ടാത്തോണിൻ്റെ എന്തെങ്കിലും ടാബ്ലറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് എത്രയാണോ അതിൻ്റെ ടൈം പറയുന്നത് വെച്ചാൽ അത് കറക്റ്റായിട്ട് എടുക്കാൻ നോക്കുക. ഞാൻ പിന്നെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടു. എനിക്ക് അത് ഉള്ളിൽ നമുക്കൊരു ടെൻഷൻ വരില്ല, അതാണോ അതിൽ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. സോ
പിന്നെ ഞാൻ അതിനെപ്പറ്റി എനിക്ക് ചിന്തിക്കേണ്ടല്ലോ, ഞാൻ അതുകൊണ്ടാവാം എന്നുള്ളത് ചിന്തിക്കേണ്ട, ഞാൻ അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത്. എന്താ വെച്ചാൽ എനിക്ക് ഒരു എന്താ പറയുക, ഞാൻ ആ ടൈമിൽ ചിലപ്പം കുറച്ചും കൂടി ബെറ്റർ ആവാം, സ്കിന്നിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ, അപ്പം ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആവാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത്. സോ ഞാൻ അതവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ഞാൻ പാല് നന്നായിട്ട് കുടിക്കുമായിരുന്നു. പാലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ കാച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ചായയിലായിരിക്കും. പിന്നെ ഷുഗർ, ഈ കാര്യങ്ങൾ, പാല്, ഷുഗർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരിക. നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ നോക്കുക. ഞാൻ ആ ടൈമിൽ നല്ല രീതിയിൽ വെള്ളം ഒന്നും കുടിക്കില്ലായിരുന്നു. പിന്നെ മെഴുക്കുള്ളത് ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ, അത്യാവശ്യം നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ അത് ഒതുങ്ങൂലെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ സോപ്പ് കുറച്ച് മാറ്റി നോക്കി. എനിക്കങ്ങനെ ഫേസ് വാഷ് അങ്ങനെ കൂടുതൽ പറ്റില്ല, എനിക്ക് സോപ്പ് പറ്റും. സോപ്പ് ഞാൻ BSലേക്ക് മാറ്റി അങ്ങനെ മാറ്റി കളിച്ചു നോക്കി, പക്ഷെ അത് നടക്കുന്നില്ല. പിന്നെ ഞാൻ കണ്ടുപിടിച്ചു, എൻ്റെ സോപ്പ് ഏതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു, അത് വേറെ കാര്യം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കയ്യിൽ ഒതുങ്ങൂലെന്ന് കണ്ടപ്പോൾ ഞാൻ നേരെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ പറഞ്ഞ ഇത് ആക്നേൻ്റെ ഇതാണ്, അപ്പം അതൊക്കെ റെഡി ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല, പിന്നെ പൊട്ടിക്കരുത്. ഞാൻ പിന്നെ പൊട്ടിക്കലൊന്നുമില്ല, എന്നോട് നേരൊക്കെ വെട്ടിക്കളയാൻ പറഞ്ഞിട്ടോ. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ കഷ്ടപ്പെട്ട് വീട്ടുകാരുണ്ട്, ഞാൻ വെട്ടാൻ എനിക്ക് മനസ്സങ്ങ് സമ്മതിച്ചില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ തൊടുമൊന്നുമില്ല, ഞാൻ നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കുന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ. പിന്നെ എത്ര പറഞ്ഞാൽ നന്നാവില്ല എന്ന് കേട്ടുമ്പോൾ മൂപ്പരങ്ങ് നിർത്തി. സോ അപ്പോൾ എനിക്ക് ഡോക്ടർ കൺസൾട്ട് ചെയ്തപ്പം ഒരു ടാബ്ലറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു 14 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്, പിന്നെ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ക്ലിഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ റിവ്യൂ ആയിട്ട് പറഞ്ഞതേ അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിക്കുക. നിങ്ങളെ കയ്യിൽ ഒതുങ്ങൂലാന്നാണെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ പരീക്ഷണം, വീഡിയോസ് ഒന്നും കണ്ട് ഒരു പരീക്ഷണത്തിന് നിൽക്കരുത്. പിന്നെ അത് നിങ്ങൾക്ക് ഇരട്ടി പണിയാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചോളാം. നിങ്ങളെ സ്കിൻ ഏതാ, സ്കിൻ ടൈപ്പ് ഏതാന്നൊക്കെ നോക്കിയിട്ട് കൊണ്ട് കാണിക്കുക, അവരോട് ചോദിക്കുക എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പം എനിക്ക് കിട്ടിയ ഇതിലൊന്നുമില്ല, അതാണ്ടോ, ഇതിലൊരു സാധനമില്ല. അത്രയും ഞാൻ വടിച്ചൊട്ടിച്ച് കഴിഞ്ഞതാണ്. ഒരു സാധനമില്ല. ഇനി വേണമെങ്കിൽ കോലിട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്നുള്ളൂ. അപ്പോൾ എനിക്കിത് നല്ല യൂസ് ആയിരുന്നു. അതിൻ്റെ അപ്പുറം ഞാൻ എവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, പോയോ, ഓക്കെ. അപ്പോൾ ലാക്ടോകലാമിൻ ലോഷൻ, ഇത് നമുക്ക് എന്താ വെച്ചാൽ ഓയിൽ റെഡ്യൂസ് ചെയ്യും. എനിക്ക് ഓയിൽ പ്രൊഡക്ഷൻ ആ ടൈമിൽ കുറച്ച് കൂടുതലായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഓയിൽ വരാൻ തുടങ്ങി. സോ അതിന് ഞാൻ ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ ഉപയോഗിച്ചൊരു സാധനമായിരുന്നു ഇത്. പിന്നെ എന്താ വെച്ചാൽ ഓയിൽ റെഡ്യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മൾ പിമ്പിൾസ് അതുപോലെ അതൊക്കെ വരുന്ന അതിൻ്റെ മാർക്ക് കാര്യങ്ങളൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കലാമിൻ ലോഷനും കൂടി, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇതിനൊരു ക്വാണ്ടിറ്റി പറയും. അതുകൊണ്ടാണ് പറഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കുക. ഞാനിത് പറഞ്ഞ് നിങ്ങളത് ചെയ്യാൻ നിൽക്കുന്നില്ല. എന്താ വെച്ചാൽ ഇത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മളെ പിമ്പിൾസ് എത്ര ഉണ്ടോ അതിൻ്റെ ക്വാണ്ടിറ്റി, അതായത് അതിൻ്റെ ക്വാണ്ടിറ്റി അല്ല, അതിൻ്റെ ആ ഒരു ഒഴിവാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോക്ടർ തന്നെ പറയും എത്ര ഉപയോഗിക്കണം, നിങ്ങൾ എത്ര ഇത് ഉപയോഗിക്കണം. എനിക്ക് വരച്ച് കാണിച്ചു തന്നാ കേട്ടോ, എനിക്കിത് മനസ്സിലായത്. കുറച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മൾ ട്യൂബൊക്കെ എടുത്ത് പ്രസ് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോലുമല്ലോ. അപ്പോൾ എനിക്ക് വരച്ച് കാണിച്ചത് എത്രയാണ് എന്നുള്ളത്. അപ്പോൾ അതും ലാക്ടോകലാമിൻ കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് 3 ഡ്രോപ്സ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ചേച്ചി. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് പേഷ്യൻസ്, നല്ല പേഷ്യൻസ് വേണം. നമ്മൾ മാറും റെഡി ആയിക്കോളും, ഓക്കെ ആവും എന്നുള്ളത്, അത് നമ്മൾ വെച്ചാൽ അതിലൊരു വിശ്വാസം കൊടുക്കുക. എന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ, അതായത് നമുക്ക് പോകണം, അത് മാറണം എന്നുള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ പൊതുവെ അങ്ങനെ നിൽക്കുന്നതല്ല. എനിക്ക് അതിൻ്റെ റിസൾട്ട് ഒരു ആഴ്ച 2 ആഴ്ചനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ അവട്ടെ കഴിയും ഞാൻ. ബട്ട് എനിക്കതൊരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി. സോ ഞാൻ അതിനോട് ഞാൻ അടങ്ങി നിന്നു. ഞാനത് മാറിക്കോളും, ഓക്കെ, ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങി, റെഡി ആയിക്കോളും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ഒരു 3 വീക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് 14 ദിവസം ടാബ് കഴിഞ്ഞു. 14 ടാബ് കഴിഞ്ഞു, ഒരു വീക്കും കൂടെ എക്സ്ട്രാ അതും കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ടാണ് ഇപ്പോൾ അത് ടാബ്ലറ്റ് കഴിയാനായിട്ടുണ്ട്. സോ ഇതൊരു 3 വീക്കിനെ കൊണ്ട് ഇതൊന്നും അല്ലായിരുന്നു, ഇവിടേക്ക് അങ്ങോട്ട് പൊന്തി വരുമായിരുന്നു, ചുവന്നിട്ട് പൊന്തി ഇങ്ങ് വന്നിരുന്നു. അപ്പോൾ ഞാൻ ടൈമിൽ വീഡിയോ ഒന്നുമില്ല, എനിക്ക് ഭയങ്കര മടിയായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എത്രയാണെന്ന് വെച്ചിട്ട് എങ്ങനെ വെക്കുക. അപ്പം ലാസ്റ്റ് എനിക്കത് കംപ്ലീറ്റ് ആയപ്പോൾ എനിക്കത് പറയണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യരുത് എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഇതേപോലെ എന്നോട് ചോദിച്ചു വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ കാസ്റ്റർ ഓയിൽ അതൊക്കെ ഉപയോഗിക്കില്ല. അപ്പോൾ അതൊക്കെ കട്ടിയില്ല, എന്നെ കൊണ്ട് ഓയിൽ വല്ലാണ്ട് ഇറങ്ങും. ഈ ഒരു ടൈമിൽ ഓയിൽ ഹെയറിൽ അപ്ലൈ ചെയ്യാണ്ട് വാഷ് ചെയ്യുക, കണ്ടീഷണർ ഷാമ്പൂ ഒക്കെ വെച്ച് വാഷ് ചെയ്യുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി നല്ല വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറഞ്ഞു. അത് ഞാൻ ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ എനിക്കൊരു ടെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുമെന്നുള്ളൂ. അപ്പോൾ ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് കൂടി വന്നു കേട്ടോ.
അപ്പോൾ ഞാൻ വെച്ച് വേണ്ട, അത് അവിടെ നിൽക്കട്ടെ. ഇപ്പം മഴയൊക്കെ അല്ലേ, അപ്പം വെയിലത്തേക്ക് ഇറങ്ങുന്നൊരു കാര്യം വരുന്നില്ല. സോ ഞാനത് അങ്ങനെ ഇതാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പിമ്പിൾസ് ഉണ്ടെങ്കിൽ ആരതും കണ്ടു നിൽക്കരുത്. അത് പരീക്ഷിക്കുക, ആ പരിപാടിക്ക് നിൽക്കരുത്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഫുഡിൽ നിന്ന് കൺട്രോൾ ചെയ്ത് വരിക. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് സ്കിന്ന് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും, കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റും. എനിക്ക് കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഫേസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി. ഞാൻ പിന്നെയും പണ്ടത്തെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സൺസ്ക്രീൻ തുടങ്ങി, പിന്നെ നമ്മളെ മോയ്സ്ചറൈസർ, സിറോക്ക് തുടങ്ങി. ഇപ്പം മാർക്ക് ഉണ്ടല്ലോ, അതൊക്കെ കുറേ കുറഞ്ഞു കിട്ടി. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വലിച്ചു നീട്ടിയെന്ന് വിചാരിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇത് പറഞ്ഞു തന്നെ എനിക്കൊരു സമാധാനം. നിങ്ങൾ ഇതേപോലെ ആരെങ്കിലും ഇങ്ങനെ നമ്മൾ തന്നെ ഓരോ വീഡിയോ കൊണ്ട് മാറിക്കോളും എന്നിട്ട് ആ രീതി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളിത് കണ്ടിട്ട് മനസ്സിലാക്കുക. പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക. അതിന് വെച്ച് കാത്ത് നിൽക്കരുത്. പോയി കൺസൾട്ട് ചെയ്തിട്ട് പെട്ടെന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുത്തുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.